സ്വാഗതം കട്ട് ആൻഡ് റൈറ്റിലേക്ക്. ദേശീയവാദം മനുഷ്യവർഗത്തിന്റെ വസൂരിയാണെന്ന് പറഞ്ഞത് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. സങ്കുചിത ദേശീയ താല്പര്യം യുദ്ധത്തിലേക്കും അക്രമത്തിലേക്കും നയിക്കുമെന്ന് പറഞ്ഞത് ദേശീയ ഗാനം എഴുതിയ രവീന്ദ്രനാഥ് ടാഗോറും. സങ്കുചിതമായ ദേശഭക്തി വിഭജന രാഷ്ട്രീയത്തിന് വിത്തുപാകുമെന്ന ടാഗോറിന്റെ ദീർഘവീക്ഷണമായിരുന്നു മേൽപ്പറഞ്ഞതിന്റെ അടിസ്ഥാനം. ആ വീക്ഷണം എത്രമാത്രം ശരിയായിരുന്നുവെന്ന് ഇന്ന് കൂടുതലായി തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജയ് ശ്രീറാം എന്നതുപോലെ ദേശീയ ഗീതമായ വന്ദേമാതരവും വിഭജന രാഷ്ട്രീയത്തിന്റെ രാസത്വരകമായി മാറുന്നതിന് സാക്ഷ്യം വഹിക്കുകയാണ് സമകാലിക ഇന്ത്യ. സ്വരാജ്യ സ്നേഹത്തെയും ദേശഭക്തിയെയും കുടിലമാർഗത്തിലൂടെ അപരത്വ സൃഷ്ടിക്കും വിദ്വേഷ വിളവെടുപ്പിനും എങ്ങനെ ആയുധമാക്കാമെന്ന് പരീക്ഷിച്ചു തെളിയിച്ച ഒരു തീവ്ര വലതുപക്ഷ പാർട്ടിയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. എന്നാൽ അതിനേക്കാൾ ആശങ്കാജനകമായ അവസ്ഥ ഈ തീവ്ര വലതുപക്ഷത്തിന്റെ കൗടില്യ തന്ത്രങ്ങളിൽ അനായാസം കുടുങ്ങിക്കൊടുക്കുന്ന ജനാധിപത്യ മതേതരത്വ പാർട്ടികളുടെ ഗതികേടുകളും വിധേയത്വവുമാണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നതാണ്. 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അധികാരത്തിലേറിയ സർക്കാരിന്റെ പ്രൗഢഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് മേൽപ്പറഞ്ഞ ദേശഭക്തി വീണ്ടും അണപൊട്ടി ഒഴുകിയത്. BJP അധികാരത്തിൽ വന്ന സംസ്ഥാനത്ത് സർക്കാർ അധികാരമേൽക്കുമ്പോൾ വന്ദേമാതരം ആലപിച്ചില്ലെങ്കിലും BJPയെ നഖശിഖാന്തം എതിർക്കുന്ന കോൺഗ്രസ് അധികാരത്തിലേറിയ കേരളത്തിൽ വന്ദേമാതരം ചൊല്ലി. തമിഴ്നാട്ടിലും വന്ദേമാതരം ആലപിച്ചു. തങ്ങൾ കൊണ്ടാടുന്ന ഒരു ലൂപ്പിലേക്ക് മറ്റുള്ളവരെ എത്തിക്കാനുള്ള BJPയുടെ ശ്രമം വിജയം കണ്ടു എന്നിടത്താണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വന്ദേമാതരം ആലപിക്കൽ പ്രശ്നമാകുന്നത്. ചരിത്രപരമായി എതിർപ്പുള്ള വരികൾ പോലും പാടി അവതരിപ്പിക്കുമ്പോൾ സെക്കുലറിസം എന്ന കാഴ്ചപ്പാട് വായുവിൽ വരച്ച വര പോലെയായി തീർന്നു. വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികം കേന്ദ്ര സർക്കാരും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും അടുത്തിടെ ആഘോഷിച്ചത് ഇതിന് മുന്നോടിയായാണ്. വന്ദേമാതരം കീറി മുറിച്ച് നശിപ്പിച്ചെന്നും മറ്റു വരികൾ കൂടി കൂട്ടിച്ചേർത്ത് ഗാനത്തോട് ചെയ്ത അനീതി പരിഹരിക്കുകയാണെന്നും മോദി അന്ന് പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കാൻ എന്തായാലും കേരളം ഇപ്പോൾ തയ്യാറായി. ഇനി കോൺഗ്രസുകാരെ കുറ്റം പറയേണ്ട, ഞങ്ങൾ മുഴുവനും പാടിയിട്ടുണ്ടെന്ന് വിനീത വിധേയദാസന്മാരായി അവർ അങ്ങ് കാണിച്ചു കൊടുത്തു. പക്ഷേ 1937 കോൺഗ്രസ് വന്ദേമാതരത്തിന്റെ 2 ചരണങ്ങൾ മാത്രം പൊതുവിൽ ഉപയോഗിക്കാമെന്ന് തീരുമാനിക്കുന്നത് അത്ര നിസ്സാരമായല്ല. 1870-കളിൽ ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായ എഴുതിയ ഈ ഗാനത്തിന് ഹിന്ദു ദേശീയതയുടെ മുഖം ചാർത്തി കൊടുക്കുന്നത് എഴുത്തുകാരൻ തന്നെയാണ്. ആനന്ദമഠം എന്ന അദ്ദേഹത്തിന്റെ നോവലിൽ യഥാർത്ഥ വസ്തുതകൾ പുനരാവിഷ്കരിച്ചപ്പോൾ ക്രിയേറ്റിവിറ്റി അല്പം കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തി കാണില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ആയുധധാരികളായ ഫക്കീറുമാരും സന്യാസിമാരും അടങ്ങുന്ന സംഘങ്ങളും അഖാഡകളിൽ നിന്നും ഗാൻഗാഹുകളിൽ നിന്നും ഒരുമിച്ച് പുറത്തിറങ്ങുന്ന സാധാരണ കാഴ്ചകളെ വൈദഗ്ധ്യത്തോടെ അട്ടിമറിച്ച് മുസ്ലിം വിദ്വേഷത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നയിക്കാൻ കൊളോണിയലിസത്തിന്റെ ദാസ്യനായ ബങ്കിം ചന്ദ്രയ്ക്ക് കഴിഞ്ഞു എന്നിടത്താണ് ഹിന്ദുത്വ ദേശീയത ഉടലെടുക്കുന്നത്. അതായത് 1770-കളിലെ ബംഗാൾ ചരിത്രത്തെ ബങ്കിം ചന്ദ്ര വളച്ചൊടിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അതിനെ ചരിത്രവിരുദ്ധവും ദേശവിരുദ്ധവും മനുഷ്യവിരുദ്ധവും ധർമ്മവിരുദ്ധവുമായ രീതിയിൽ എഴുതി ഫലിപ്പിച്ചു. ചരിത്രത്തിൽ നിന്ന് ദേശീയ ഇതിഹാസം ഉണ്ടാക്കുകയല്ല, മറിച്ച് ഹിന്ദു കേന്ദ്രീകൃത ദേശീയാഖ്യാനം നിർമ്മിക്കാൻ വേണ്ടി ചരിത്രത്തെ അട്ടിമറിക്കുകയായിരുന്നു എന്ന് വ്യക്തം. അതായത് മുസ്ലിം വിദ്വേഷം ചെറുതല്ലാത്ത രീതിയിൽ പറയുകയും ഹിന്ദു ദേശീയത ആവർത്തിച്ചുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക വൈദഗ്ധ്യം നോവൽ വിളിച്ചോതി. തൽഫലമായി മേൽപ്പറഞ്ഞ ഗീതത്തിലും ദേശീയതയ്ക്ക് ഹിന്ദു മാനം കൈവന്നു. അങ്ങനെ ഒരു നോവലിന്റെ ഭാഗമായ ഒരു ഗാനം പാടുക എന്ന വിവാദം സെക്യുലറിസത്തിന് തടസ്സമാകുമെന്ന ചിന്ത മെല്ലെ രാഷ്ട്രീയ നേതാക്കളിലും അണികളിലും തലപൊക്കി. തുടർന്നുണ്ടായ വിവാദത്തിനൊടുക്കം കോൺഗ്രസ് 2 ചരണം എന്ന തീരുമാനത്തിൽ ഉറച്ചു നിന്നു എന്നതാണ് മറ്റൊരു ചരിത്രം. എന്നാൽ മേൽപ്പറഞ്ഞ ചരിത്ര പശ്ചാത്തലമൊന്നും ഇപ്പോൾ ആർക്കും അറിയേണ്ടതില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്തതായി ഭാവിക്കുന്നു. കാരണം ഒഴുക്കിനൊപ്പം തുഴയലാണല്ലോ എളുപ്പം. ഹിന്ദു ദേശീയ വികാരത്തെ പ്രീണിപ്പിക്കുകയായിരുന്നോ ചരിത്രം ചെയ്തതും ഇപ്പോൾ ചരിത്രം ആവർത്തിക്കുന്നതും എന്ന ചോദ്യം മാത്രമാണ് ബാക്കി. ഇന്ത്യയെ സ്തുതിക്കുക എന്നതിനപ്പുറത്ത് ഹിന്ദുത്വ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുവരിക എന്ന BJP തത്വമാണ് വന്ദേമാതര പ്രേമത്തിന് പുറകിൽ. അത് തന്നെയാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്നതും. വന്ദേമാതരം ചൊല്ലിയത് ലോക് ഭവന്റെ ഇടപെടൽ കൊണ്ടാണെന്ന ന്യായം അത്രയ്ക്കങ്ങണ്ട് ഏശുന്നതല്ല എന്നുകൂടി പറയുകയാണ്. കാരണം പൊതുഭരണ വകുപ്പിന്റെ പ്രോട്ടോകോൾ വിഭാഗത്തിന് കൂടി അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട് എന്നിരിക്കെ പ്രത്യേകിച്ചും ഇനി ഗവർണറുള്ള വേദിയിൽ വന്ദേമാതരം പാടണം എന്ന നിർബന്ധമുണ്ടെന്ന ന്യായമാണെങ്കിൽ ഇതേ പ്രോട്ടോകോൾ ബംഗാളിലും നടപ്പാക്കണമായിരുന്നു.
അതുണ്ടായില്ല എന്നതിൽ നിന്ന് തന്നെ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമല്ല, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശക സ്വഭാവം മാത്രമുള്ളതാണ് എന്ന് വരുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലും എന്നറിയില്ലായിരുന്നു എന്ന മുഖ്യമന്ത്രിയുടെ കുറ്റസമ്മതം മുഖവിലക്കെടുക്കാം. എന്നാലും വിവാദ നായകനും RSSകാരനുമായ ഗവർണർ വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉൾപ്പെടുത്തുമെന്ന് മുൻകൂട്ടി കാണാനുള്ള ജാഗ്രത കാണിക്കണമായിരുന്നു. ഇവിടെ 1-2 കാര്യങ്ങൾ കൂടി വിശദമാക്കേണ്ടതുണ്ട്. ദേശീയ ചിഹ്നങ്ങളെ അനാദരിക്കുന്നത് ശിക്ഷാർഹമാണ്. ദേശീയ ഗാനവും ദേശീയ പതാകയുമാണ് ദേശീയ പ്രതീകങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയെ അനാദരിക്കുന്നതും ശിക്ഷാർഹമാണ്. തടവോ പിഴയോ ഇവ രണ്ടും കൂടിയോ ശിക്ഷ വിധിക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഇവയെ അനാദരിക്കൽ. അത്തരം പട്ടികയിൽ വന്ദേമാതരം എന്ന ദേശീയ ഗീതം ഉൾപ്പെടുന്നില്ല. ഇതിനർത്ഥം വന്ദേമാതരം പാടാതിരുന്നാൽ കേസെടുക്കാനാവില്ല എന്നാണ്. വസ്തുത ഇതായിരിക്കെ ചില സോഷ്യൽ മീഡിയ പണ്ഡിതന്മാർ 3 വർഷത്തെ തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് വന്ദേമാതരം ആലപിക്കാതിരിക്കൽ എന്ന പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനാണത്രേ UDF സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ വന്ദേമാതരം ചൊല്ലിയത് എന്നാണ് വാദം. അപ്പോൾ അസം ബംഗാൾ സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കേസെടുക്കുമോ എന്ന ചോദ്യം എയറിൽ തന്നെ നിൽക്കട്ടെ. ഒന്നുകൂടി സന്ദർഭവശാൽ ഉണർത്തുന്നു. മെയ് 5 ചേർന്ന യൂണിയൻ ക്യാബിനറ്റ് വന്ദേമാതരം കൂടി ദേശീയ ചിഹ്നങ്ങളുടെ പട്ടികയിൽപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതിക്ക് തീരുമാനമെടുത്തിട്ടുണ്ട്. പ്രസ്തുത ബില്ല് ഉടൻ ലോക്സഭയിൽ വന്നേക്കാം. നിലവിൽ ശിക്ഷ നിർണയിക്കപ്പെട്ട ഒരു കുറ്റകൃത്യമല്ല വന്ദേമാതരം ചൊല്ലാതിരിക്കൽ എന്നിരിക്കെ UDF സർക്കാരിന്റെ ഈ വിനീത വിധേയത്വം ചിലതിന്റെയെല്ലാം ഭാവി സൂചനയായി കാണാമെന്ന് കട്ടൻ റേറ്റ് ആശങ്കിക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയും മുഹമ്മദ് റിയാസിന്റെയും അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ പ്രതികരണങ്ങളെന്നും കാണാവുന്നതാണ്. വന്ദേമാതരം മുഴുവനായി ആലപിച്ച ഇതേ വേദിയിൽ തന്നെ ദേശീയ ഗാനത്തിന്റെ BGM ഇടുക മാത്രമാണ് ഉണ്ടായത്. ഏതായാലും നാവെടുത്താൽ വിഷം അമിച്ച് വിളവെടുക്കുന്ന ശശികലയെ പോലുള്ളവരും RSSന്റെ മുഖപത്രവുമെല്ലാം സർക്കാരിന്റെ നടപടിയെ പുകഴ്ത്തുമ്പോൾ അഭിനന്ദനങ്ങളിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ചും ചെയ്തു വെച്ച കാര്യം നല്ലതോ ചീത്തയോ എന്ന കാര്യത്തെക്കുറിച്ചും ബന്ധപ്പെട്ടവർ ചിന്തിച്ചാൽ മതിയെന്നേ കട്ടൻ റേറ്റിന് പറയാനുള്ളൂ. കാരണം ജാതിമത ഭേദമന്യേ അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് നീളുന്ന സാഹോദര്യത്തിന്റെ മഹത്വമാണ് യഥാർത്ഥ ദേശീയത എന്ന വസ്തുത വൃഥാവിലാവാതിരിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്.